ലവ് സ്റ്റോറി നടക്കുമ്പോൾ ഇതിൻ്റെ ടെൻഷൻ ഫാക്ടർ എനിക്ക് അത് ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അടുത്തെന്ത് സംഭവിക്കും എന്നുള്ളത് ഇങ്ങനെ പോകുന്നുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ഗ്രിപ്പിംഗ്. ഞാൻ ആദ്യം ഇതൊക്കെ ഇന്നായെങ്കിലും ഒക്കെ നമ്മൾ അതുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നവരല്ല. പക്ഷേ ഓരോ സെക്കൻഡ്സിലും അത് കറക്റ്റായിട്ട് ഓരോരോ കാര്യങ്ങൾ മാറി മാറി വരുന്നുണ്ട്. അപ്പം മണ്ടൻ തീരുമാനങ്ങൾ ചിലപ്പോൾ എടുക്കുന്നുള്ളൂ. ഇതെന്ത് മണ്ടത്തരാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത് സത്യത്തിൽ ഇന്നായതുകൊണ്ടാണ്. ആ പോക്കില്ലേ, ആ പോക്ക് ഒബ്സർവ് ചെയ്തപ്പം രസമല്ലേ ആ ചരടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ ഇത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും എനിക്ക് കിട്ടിയ ഒരു ഫീലിംഗ് അതായിരുന്നു. എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ളൊരു ട്രാവലാണിത്. പിന്നെ ഈ സിറ്റുവേഷൻ ഡീൽ ചെയ്യാൻ ഇയാൾ ഒട്ടും എക്വിപ്ഡ് അല്ല എന്നുള്ളത് പുള്ളിയുടെ വല്ലാത്ത സിറ്റുവേഷനിൽ തന്നെ പെട്ടുപോയി. ആൻഡ് ഇതിൽ നിന്ന് ഊരാൻ പുള്ളിയെ കൊണ്ട് പറ്റൂല എന്ന് നമുക്ക് തോന്നുന്നിടത്താണല്ലോ ശരിക്കും ഇതിനകത്തൊരു ക്യൂരിയോസിറ്റി നമുക്ക് തോന്നി തുടങ്ങുന്നത്. രാണിനെയും ചഞ്ചലിനെയും ഒക്കെ വിളിക്കേണ്ടി വരുന്നതും ഒക്കെ എനിക്കതൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ട് എത്തുന്നത് എവിടെയാണോ അവിടെ വരെ ചെല്ലുന്ന പരിപാടികളൊക്കെ എനിക്കും അത് വർക്കായിരുന്നു. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നിടത്തേക്കൊന്നും അല്ല നിർബന്ധമായിട്ട് എപ്പോഴും പരിപാടി പോകുന്നത്.